നമസ്കാരം. ഇനി ഒരുപക്ഷെ ഒന്നുകിൽ മലയാളി നന്നാകും, അല്ലെങ്കിൽ നാട്ടിൽ പിടിച്ചുപറിയും മോഷണവും കൂടും. കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയതിൽ പിന്നെ പല ജോലികൾക്കും മലയാളികളെ കിട്ടാതായി. ഹോട്ടൽ പണി, വാർക്കപ്പണി, പാചകം, തെങ്ങുകയറ്റം തുടങ്ങി മീൻ വിൽപ്പന വരെ അന്യസംസ്ഥാന തൊഴിലാളികളായി. അതോടെ മലയാളികൾക്ക് സ്വതവേയുള്ള മടി കൂടുകയും ചെയ്തു. രാവിലെ ഉറക്കമെഴുന്നേറ്റ് കാലി ചായയും കുടിച്ച് കടത്തിണ്ണയിൽ കുത്തിയിരുന്ന് പരദൂഷണം പറയുന്നതിലേക്ക് മലയാളി യുവാക്കൾ തിരിഞ്ഞു. ആകെ 2 ജോലികൾക്ക് മലയാളികളായ ചെറുപ്പക്കാർ തയ്യാറാകുന്നുള്ളൂ. 1 ഓട്ടോറിക്ഷ ഓടിക്കുക, 2 ഓൺലൈൻ ഫുഡ് ഡെലിവറി ബോയ് ആകുക. ഈ 2 പണിക്കും ഇഷ്ടം പോലെ മലയാളികളുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ പോയത് ടൂറിസ്റ്റ് ബസ്സുകൾ വാടകയ്ക്കെടുത്താണ്. ഇങ്ങനെ പശ്ചിമ ബംഗാളിൽ പോയി വോട്ട് ചെയ്ത് തിരിച്ചു വരുന്നതിന് ഒരു ബസ്സിൻ്റെ വാടക ഏകദേശം 5 ലക്ഷത്തോളം രൂപയോളം വരും. പണ്ട് ഗൾഫുകാർ നാട്ടിലേക്ക് വരുന്നത് പോലെ ചിലരൊക്കെ വിമാനത്തിലാണ് സ്വദേശത്തേക്ക് പോയത്. എന്തായാലും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ആധിപത്യം കേരളത്തിൽ അവസാനിക്കുന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത്. ഒരു തരത്തിൽ അത് ദോഷവും മറ്റൊരു തരത്തിൽ അത് ഗുണവുമാണ്. കാരണം വോട്ട് ചെയ്യാൻ പോയ ഭായിമാർ മടങ്ങി വരാത്തതുകൊണ്ട് പല തൊഴിൽ മേഖലകളും സ്തംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിർമ്മാണ മേഖല. കേരളത്തിൽ ജോലിക്ക് ആളെ കിട്ടാനില്ല എന്നുള്ളത് ശുദ്ധ നുണയാണ്. കാരണം ആളെ കിട്ടാനില്ലാത്തത് കൊണ്ടല്ല, ജോലി ചെയ്യാൻ ആൾക്കാർക്ക് മടിയുള്ളത് കൊണ്ടാണ്. ഏകദേശം 35 ലക്ഷം മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. 50 ഡിഗ്രി ചൂടിൽ ഗൾഫിൽ ജോലി ചെയ്യാൻ ആർക്കും യാതൊരു മടിയുമില്ല. കേരളത്തിൽ 5 ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്ക്. ഒരാൾക്ക് ശരാശരി ദിവസ ശമ്പളം 800 രൂപ വെച്ച് കണക്കാക്കിയാൽ പോലും 5 ലക്ഷം പേരുടെ ദിവസ ശമ്പളം 40 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 1200 കോടി, പ്രതിവർഷം 14,400 കോടി. ഇത് ഏറ്റവും കുറഞ്ഞ കണക്കാണ്. 800 രൂപ വെച്ച് കണക്കാക്കിയാലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. 1000 രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന എത്രയോ അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്നതുകൊണ്ട് ദോഷവും ഉണ്ടായി. അവർ വന്നതിനു ശേഷമാണ് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചത്. 100 കണക്കിന് കവർച്ചകളും കൊലപാതകങ്ങളും കേരളത്തിൽ നടന്നു. പലരും കൃത്യം നടത്തിയിട്ട് നാട്ടിലേക്ക് പോയി. അതിൽ ചിലരെയൊക്കെ കേരള പോലീസ് പിന്തുടർന്ന് പിടികൂടി. അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വരവിന് ശേഷമാണ് കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചത്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും റിപ്പോർട്ട് അനുസരിച്ച് പിടികൂടുന്ന 80% കേസുകളിലും അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പങ്കുണ്ട്. നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻസും പാൻ മസാലയും ഒക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കേരളത്തിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. പെരുമ്പാവൂരിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ നടത്തുന്ന ഭായിമാരുണ്ട്. HIV ബാധിതരുടെ കണക്കിലും വൻ വർധനവ് വന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്നതിനു ശേഷമാണ്. മദ്യപിച്ചും അനാശാസ്യ കേന്ദ്രങ്ങൾ നടത്തിയുമുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചപ്പോൾ പെരുമ്പാവൂരിൽ നാട്ടുകാർക്ക് പരസ്യമായി രംഗത്തിറങ്ങേണ്ടി വന്നു. കോവിഡ് സമയത്ത് സംസ്ഥാനം ട്രിപ്പിൾ ലോക്ക്ഡൗണിലായിരുന്നപ്പോൾ ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും എറണാകുളത്തെയും പല ഭാഗങ്ങളിൽ നിന്ന് 3000-ഓളം അന്യ സംസ്ഥാന തൊഴിലാളികൾ കോട്ടയത്തെ പായിപ്പാട് സംഘടിച്ചത് രഹസ്യാന്വേഷണ വിഭാഗത്തെ പോലും ഞെട്ടിച്ചിരുന്നു. റോഡിലിറങ്ങിയ അന്യ സംസ്ഥാന തൊഴിലാളികൾ പോലീസ് വാഹനം കത്തിക്കുകയും പോലീസുകാരെ കയ്യേറ്റം ചെയ്തതും നമ്മൾ കണ്ടു. അന്യ സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചു പോകുന്നതോടെ കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് തീർച്ച. അന്യ സംസ്ഥാന തൊഴിലാളികൾ മടങ്ങിപ്പോകണം എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ അവരുടെ നാട്ടിൽ കേരളത്തിൽ കിട്ടുന്ന കൂലി കിട്ടുമ്പോൾ പിന്നെ അവരിവിടെ വന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മാന്യമായി ജോലി ചെയ്ത് മടങ്ങിപ്പോകുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ പല തൊഴിൽ സ്ഥാപനങ്ങളുടെയും നിർമ്മാണ മേഖലയുടെയും അവസ്ഥ പരിതാപകരമാകുമായിരുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഗൾഫായിരുന്നു കുറച്ചുകാലം മുമ്പ് വരെ നമ്മുടെ കേരളം. 200-300 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യാൻ വന്നവർക്ക് പിന്നീട് ശമ്പളം 500-600 കടന്ന് 1000-1200 രൂപ വരെയായി. പക്ഷേ അവരിവിടെ ജോലി ചെയ്ത് സമ്പാദിച്ച് നാട്ടിലേക്ക് അയക്കുമ്പോൾ മലയാളികൾ തൊഴിലില്ല എന്ന വരട്ടുന്യായം പറഞ്ഞ് ബീവറേജസിൽ കുപ്പി വാങ്ങാൻ ക്യൂ നിന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വർദ്ധിച്ചതോടെ മലയാളികൾ പ്രതികളാകുന്ന കുറ്റകൃത്യങ്ങളുടെ നിരക്കും വർദ്ധിച്ചു. മകൻ അമ്മയെയും അപ്പനെയും സഹോദരനെയും കൊന്നു കുഴിച്ചു മൂടുന്നു. മകൻ അമ്മയുടെ കഴുത്തറുത്തു കൊല്ലുന്നു. അച്ഛൻ മകനെ തൂമ്പ കൊണ്ട് അടിച്ചു കൊല്ലുന്നു. മകൻ അച്ഛനെ കസേര കൊണ്ട് അടിച്ചു കൊല്ലുന്നു. ഗുണ്ടകൾ അഴിഞ്ഞാടി. ഇങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത പലതും കേരളത്തിൽ നടന്നു. വോട്ട് ചെയ്യാൻ നാട്ടിൽ പോയി മടങ്ങി വരാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മടങ്ങി വരാൻ വിമാന ടിക്കറ്റ് അയച്ചു കൊടുക്കാൻ വരെ ചില തൊഴിലുടമകൾ തയ്യാറാണെന്നുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു. മലയാളികൾ പണിയെടുക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ഓരോ വർഷവും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്ന കോടിക്കണക്കിന് രൂപ നമ്മുടെ നാട്ടിൽ തന്നെ വിനിയോഗിക്കപ്പെടും. സാമ്പത്തികമായി സംസ്ഥാനം മെച്ചപ്പെടും. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ?